ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മിയുടെ ലേറ്റസ്റ്റ് പ്രൊമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ദുർഗ കണ്ണനോട് പറയുന്നുണ്ട്, നീ ഈ ഗുണ്ടകളൊക്കെ കൂട്ടിയിട്ടാണോ ആ മലയിലേക്ക് പോകുന്നത്? അങ്ങനെ പോയാൽ നിനക്ക് ദർശനമൊക്കെ കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ കണ്ണനാണെ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് തിരിച്ച് ദുർഗേനെ നോക്കുന്നുണ്ട്. ആ നോട്ടത്തിൽ തന്നെയുണ്ട് ദുർഗയ്ക്കുള്ള എല്ലാ മറുപടിയും. എന്നിട്ട് പറയുന്നത്, ഇതൊന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് ഞാൻ പറയാം, നിങ്ങളെ മകനെ പോലെ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നവർ ഒന്നുമല്ല ഈ മാർക്കോ ലോപ്പസ്. അവരെനിക്ക് എൻ്റെ അനുജന്മാരെ പോലെയാണ്. അവരെന്നെ എന്ത് ചെയ്യും, മലക്ക് കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുവരും. അതെനിക്ക് നല്ല രീതിയിൽ ഉറപ്പിട്ട്. പിന്നെ ദർശനം, അതിപ്പോൾ നിങ്ങളെ കൂടെ പോയാലായിരിക്കും എനിക്ക് കിട്ടാതിരിക്കുക, ഇവരുടെ കൂടെ പോയാൽ എന്തായാലും എനിക്കത് കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ദുർഗക്ക് ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, വെറുതെ കണ്ണനെ പോയി ചൊറിഞ്ഞപ്പോൾ കണ്ണൻ എന്ത് ചെയ്തു, നല്ല രീതിയിൽ തിരിച്ച് ദുർഗക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. പ്രതാപൻ എന്ത് ചെയ്തിട്ട് നേരെ വാമനെ കാണാനായിട്ട് പോകുന്നുണ്ട്. വാമനെ കണ്ട സമയത്ത് തന്നെ മഹാലക്ഷ്മിയുടെ കാര്യം ഉണ്ണിയുടെ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മഹാലക്ഷ്മിക്ക് അറിയാം അവൻ്റെ അച്ഛനെ കൊന്നത് ഞാനാണെന്ന്. അതുപോലെ തന്നെ ഉണ്ണിയും കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു വൃശ്ചിക മാസത്തിൽ കണ്ണൻ്റെ പിറന്നാൾ സമയത്ത് അച്ഛനും കണ്ണനും കൂടിയിട്ട് എവിടെയോ ഒരു അമ്പലത്തിൽ പോകുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതെന്നോ അങ്ങനെയാണ് കണ്ണൻ്റെ അച്ഛൻ മരിച്ചതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങാനും മഹാലക്ഷ്മി ഈ കാര്യങ്ങളൊക്കെ കണ്ണനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഉണ്ണിയും കൂടി അറിയും ഞാൻ തന്നെയാണ് എല്ലാത്തിനും കാരണമെന്ന്. അപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വാമനോട്. അപ്പോൾ വാമൻ പറയുന്നുണ്ട്, അവന് വിശ്വനാഥന് മക്കളെന്ന് പറഞ്ഞാൽ അത്രയും ജീവനായിരുന്നു. അതിപ്പോൾ മഞ്ജു ആയിക്കോട്ടെ, ഉണ്ണി ആയിക്കോട്ടെ, കണ്ണനായിക്കോട്ടെ, എല്ലാവരെയും ഒരുപോലെ കണ്ട് സ്നേഹിച്ച് അവൻ്റെ സ്വത്തുക്കളെല്ലാം അവർക്ക് മാത്രം തുല്യമായി കൊടുത്തതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പ്രതാപനോട് വാമൻ പറയുന്നുണ്ട്, ആ ഒരു കാരണത്തിൽ തന്നെയാണ് ഞാൻ അവനെ കൊല്ലണമെന്ന് തീരുമാനിച്ചത്. ഇനിയിപ്പോൾ നമ്മളൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായാലും വെറുതെ ഇരിക്കില്ല, അടങ്ങിയിരിക്കില്ല. പിന്നെ അവരെന്ത് ചെയ്യും, അവരങ്ങ് ഒന്നാവും, പിന്നെ നമ്മളെല്ലാവരും ശത്രുക്കളാവും എന്നൊക്കെ ഇങ്ങനെ ഇതിന് പറയുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള കരുണയാണെങ്കിൽ ഉണ്ണീനോട് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും എനിക്ക് ആ മഹാലക്ഷ്മിയുടെ മുമ്പിൽ ജയിക്കണം, അവൾ എൻ്റെ അടിയിലേക്ക് ആക്കണം, എന്താ ഉണ്ണിയേട്ടൻ ഞാൻ ചെയ്യേണ്ടത് അതിനെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഉണ്ണിയേട്ടൻ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, എൻ്റെ ഈ ആഗ്രഹങ്ങളൊന്ന് റെഡിയാക്കി തരണം. അവളെ തോപ്പിക്കാൻ നിന്നിട്ട് ഞാൻ അത്രയും ആഗ്രഹിച്ച് എൻ്റെ കുഞ്ഞിനെ ഇപ്പം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഇനി ഒരു നഷ്ടങ്ങളും വരുത്താൻ എനിക്ക് പറ്റില്ല. എന്ത് ചെയ്യണം, ഉണ്ണിയേട്ടൻ തന്നെ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ട് തരണം എന്നൊക്കെ പറയുന്നത്. കണ്ണം മലക്ക് പോകുന്ന കാര്യങ്ങളെല്ലാം പ്രതാപൻ ഇങ്ങനെ പറയുന്ന സമയത്ത് മേഘാന്ന് പറയുന്നുണ്ട്, അച്ഛാ ഞാൻ അന്നേ പറഞ്ഞത് അവൻ്റെ കാലുകൾക്ക് ചലനശേഷി തിരിച്ചു കിട്ടിയിട്ടുണ്ടെന്ന്. ആ തോമസ് ഇതിന് എന്തായാലും എന്തെങ്കിലുമൊക്കെ അവൻ്റെ കാലുകൾക്ക് നൽകിയിട്ടുണ്ടാവും, അല്ലാണ്ട് അവൻ എന്ത് ചെയ്യില്ല, മലക്ക് പോവില്ല എന്നെനിക്ക് നല്ല രീതിയിൽ ഉറപ്പുണ്ട് എന്നൊക്കെ ഇങ്ങനെ മേഘാതം പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ പൊട്ടന്മാരാക്കാമെന്ന് അവൻ വിചാരിക്കേണ്ട, അങ്ങനെ അവൻ്റെ കാലുകൾക്ക് ചലനശേഷി തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അത് ഇല്ലാതാക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം വാമ മേഘാതനോട് പറയും, കുറേ നാളായി നമ്മൾ ഇല്ലാതാക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ എന്ത് ചെയ്തിട്ട് അവർക്കൊരു പണിയും കിട്ടിയില്ല, എല്ലാ പണികളും ഇരട്ടിയായാലും നമുക്ക് തന്നെയാണ് വരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂവിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യും. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.